ശിവശക്തി ഭവൻ ഉദ്ഘാടനം ചെയ്തു. സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല. ലാബ്സ് MHLന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ്. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കൊടുങ്ങല്ലൂർ സേവാ കേന്ദ്രത്തിന്റെ ശിവശക്തി ഭവൻ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് ബെന്നി ബെഹനാൻ MP നിർവഹിച്ചു. ഇത്രയും നാൾ ഒരുപാട് കെട്ടിടത്തിലായിരുന്നു. ഇപ്പോൾ സ്വന്തം കെട്ടിടം പണിത് അതിൻ്റെ പ്രവർത്തനം ഇവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. ശിവശക്തി ഭവൻ ആ ഒരു ചടങ്ങിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. ഒരു സ്വന്തം കെട്ടിടത്തിലേക്ക് ഇതിൻ്റെ പ്രവർത്തനം മാറ്റാനും അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനും കഴിഞ്ഞുള്ള സന്തോഷം രേഖപ്പെടുത്തുകയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളോടുമുള്ള അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഈ ശിവശക്തി ഭവൻ ബ്രഹ്മകുമാരീസ് യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളും മൂല്യങ്ങളും ഒക്കെ നിറവേറ്റത്തക്ക രീതിയിൽ നമ്മൾ സാധിക്കട്ടെ, അതിന് വളർച്ചയുണ്ടാകട്ടെ എന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്നു. 1936 പ്രജാപിത ബ്രഹ്മ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. നമുക്കറിയാം, അഭിവക്ത ഇന്ത്യയിൽ കറാച്ചിക്കടുത്തുള്ള സിന്ധുവിൽ നിന്നാണ് ഇതിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് രാജ്യം വിഭജനത്തിന് ശേഷം നമ്മുടെ രാജ്യം രൂപീകൃതമായതിനു ശേഷമാണ് ഇതിൻ്റെ പ്രവർത്തനം കൂടുതൽ ഇന്ത്യ ആസ്ഥാനമാക്കി ഈ പ്രസ്ഥാനത്തിന് വളരാൻ കഴിയും. ഇത് നമുക്ക് അഭിമാനത്തോടുകൂടി സൂചിപ്പിക്കാൻ കഴിയും. അന്തർദേശീയ തലത്തിൽ 140 രാജ്യങ്ങളിലായി 10,000-ഓളം ശാഖകൾ അല്ലെങ്കിൽ പാഠശാലകൾ അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഉള്ള ഒരു അന്തർദേശീയ ശ്രദ്ധ നേടിക്കഴിഞ്ഞ ഒരു പ്രസ്ഥാനമായി ഇത് മാറാൻ കഴിയും. ബ്രഹ്മകുമാരി സേവാ കേന്ദ്രങ്ങളുടെ തൃശൂർ എറണാകുളം മേഖലാ ഡയറക്ടർ രാജയോഗിനി ബ്രഹ്മകുമാരി രാധാ ബഹൻജി ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. വിദ്യാലയത്തിന്റെ സബ് സോണൽ ഡയറക്ടർ രാജയോഗിനി ബ്രഹ്മകുമാരി ലക്ഷ്മി ബഹൻജി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കയ്പമംഗലം നിയോജക മണ്ഡലം MLA ടൈസൺ മാസ്റ്റർ വിശിഷ്ടാതിഥിയായിരുന്നു. കൊടുങ്ങല്ലൂർ തമ്പുരാന്റെ പ്രതിനിധി K സുരേന്ദ്രവർമ്മ, പിന്നണി ഗായകൻ നൌഷാദ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ബ്രഹ്മകുമാരീസ് കൊടുങ്ങല്ലൂർ സേവാ കേന്ദ്രം കോർഡിനേറ്റർ ബ്രഹ്മകുമാരി സൈനി സ്വാഗതവും BK പരമേശ്വരൻ നന്ദിയും പറഞ്ഞു. ബ്രഹ്മകുമാരി ശ്രീസുധ മെഡിറ്റേഷന് നേതൃത്വം നൽകി.